കൊറേ നാളായില്ലേ നമ്മള് കണ്ടിട്ട്, കൊറേ നാളായില്ലേ വന്നിട്ട് നമ്മള് അല്ലേ. തിരക്കായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും, നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്. ഇപ്പൊ നമ്മൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നുള്ളത്. ഇന്നൊരു ട്രാവൽ വ്ളോഗ് ആയിട്ടാണ് നമ്മൾ വന്നുള്ളത് അല്ലേ? അതെ, കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങള് അതെ, കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് ഒരു യാത്ര പോവാണ്. പോകുന്ന സ്ഥലം എവിടെയാ? നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്ന സ്ഥലം ഊട്ടിക്കാണ് പോകുന്നത്. അതെ, അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ഊട്ടിയിലേക്ക് പോവാണ്. പെട്ടെന്നിട്ട പ്ലാനാണ് ഞങ്ങൾ രണ്ടുപേരും. ഒന്ന് ഊട്ടി പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നുള്ളൂ. ഇപ്പൊ സമയം എത്ര? നമുക്ക് 12:30 ബസ്. നമുക്ക് വൈറ്റില് തന്നെ ഒറ്റ ബസ്സാണ് ഊട്ടിക്ക് അല്ലേ? അതെ, ഡയറക്റ്റ് ബസ്സാണ്. അപ്പൊ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പോവാണ്. ഒരു 2 days. എപ്പോഴും നമ്മൾ മൂന്നാറല്ലേ പോവാറ്. അപ്പൊ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ മൂന്നാർ നമ്മുടെ പ്രേക്ഷകര്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോസ് സ്ഥിരം. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ഊട്ടി പോവാം. നികേഷ് ഏട്ടൻ ചെറുപ്പത്തിലൊക്കെ പോയിട്ടുണ്ട്, ഞാൻ പക്ഷെ ഊട്ടിക്ക് പോയിട്ടില്ല. സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ പോവായിരുന്നു. അപ്പൊ ആ ടൈമിൽ ഞാൻ പോയിട്ടില്ല. അതെ, ഞാനും സ്കൂളിൽ നിന്നാണ് പോയുള്ളത്. നീ പോയിട്ടില്ല അല്ലേ? ഞാൻ 5th standard പഠിക്കുമ്പോ പോയത്. പക്ഷെ എനിക്ക് കാര്യമായിട്ട് ഇപ്പൊ ഒന്നും ഓർമ്മയൊന്നും കിട്ടുന്നില്ല. അന്ന് റോസ് കളറിലുള്ള പഞ്ഞിമുട്ടായി ഒക്കെ ഇങ്ങനെ അതൊക്കെ മേടിച്ചു തന്നതൊക്കെയാണ് എന്റെ ഓർമ്മ. നല്ല തണുപ്പുള്ള സ്ഥലമാണെന്ന് ഓർമ്മ ഉണ്ട്. അല്ലാതെ വേറെ ഓർമ്മകളൊന്നും എനിക്കിപ്പോ അങ്ങോട്ട് വരുന്നില്ല. അപ്പൊ ഇപ്പൊ പ്രാവശ്യം നമ്മൾ പോവാണ്. പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണും, നിങ്ങളെ കാണിക്കും. അപ്പൊ ഞങ്ങളെ വഴിക്ക് കാണാം. നമ്മൾ ബസ്സിലാകുമ്പോ അധികം വീഡിയോ ഒന്നും എടുക്കല്ലേ, രാത്രി ഉറങ്ങുമല്ലേ, പിന്നെ സംസാരിക്കാനൊന്നും പറ്റില്ലായിരിക്കും അല്ലേ? അതെ, എന്നാലും പറ്റുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കാട്ടാം. പിന്നെ നിങ്ങളും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യേട്ടോ, ഞങ്ങളുടെ യാത്രയുടെ കൂടെ നിങ്ങളും കൂടെ. അപ്പൊ നമുക്ക് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അതിന്റെ ഇടയ്ക്ക് പല വിശേഷങ്ങളുണ്ട്. പിന്നെ ഒരു സസ്പെൻസ് ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഒരു വലിയ സസ്പെൻസ് ഉണ്ട്, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ നിങ്ങള് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാ. ഞങ്ങള് ഇവിടെ എറണാകുളത്ത് നിന്നാണ് ബസ്, വൈറ്റില ഹബ്ബിൽ നിന്ന്. എത്ര മണിക്കാ? 12:35. നമുക്ക് ഇവിടെ ഊബർ ബുക്ക് ചെയ്യണം. നേരത്തെ പോവാ. നീ ഇവിടെ മെട്രോ പണിയൊക്കെ നടക്കണോണ്ട് ചിലപ്പോ തിരക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമുക്ക് പോയാലോ വേഗം? അതെ, അപ്പൊ നമ്മൾ പോവാണ്. പോണ വഴിക്കൊക്കെ നമുക്ക് കാണാം അല്ലെ? പോണ വഴിക്കൊക്കെ കാണാം. ശരി, ഞങ്ങളങ്ങനെ വൈറ്റില മൊബിലിറ്റി ഹബിൽ എത്തിച്ചർ നേരത്തെ ആയി പോയില്ലേ നികേഷ് ചേട്ടാ? കുറച്ച് മെട്രോന്റെ പണിയൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് ബ്ലോക്ക് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. പക്ഷെ കാര്യമായിട്ടുള്ള ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സാരമില്ല, നമുക്ക് കുറച്ച് നോക്കാം. ബിസ്ക്കറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ മേടിച്ചു. തുടങ്ങി. അതല്ല, ഇനി എത്ര 7 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ അല്ല അവിടെ എത്തുള്ളൂ. അപ്പൊ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാം. വെള്ളം മേടിക്കണം. ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ കാണാം നമുക്ക്. ഞങ്ങളിങ്ങനെ കേറിയിട്ടോ. നൈറ്റ് ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഇനി ഇരുന്നൊരൊറ്റ ഉറക്കറങ്ങിട്ട് രാവിലെ അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? ഊട്ടി എത്തിയിട്ട് കാണാം. അങ്ങനെ നേരം വെളുത്തു. നമ്മള് തമിഴ്നാട് എത്തി. ഇവിടെ കൂടല്ലൂര് അടുത്ത് വരെയായില്ലേ? അതെ, കൂടല്ലൂര് എത്തിയിട്ടുണ്ട്. കുറേ സമയം എടുത്ത പോലെ അല്ലേ? ബസ് ലേറ്റ് ആയിരുന്നു. പിന്നെ 12:30 എത്തേണ്ട എപ്പോഴാണ്? 3. ഞങ്ങൾ അവിടെ പോസ്റ്റായി. അത് വേറെ ഒന്നുമല്ല. ഈ വണ്ടി KSRTC വണ്ടി ആലപ്പുഴ വെച്ച് വേറെ എന്തോ ലോറിയായിട്ട് കൂട്ടി. അപ്പൊ അങ്ങനെ അവര് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി അതെല്ലാം സോൾവ് ചെയ്തിട്ടാണ് പിന്നെ വൈറ്റിൽ എത്തിയത്. ഞങ്ങൾ ഇരുന്നിരുന്ന് മടുത്ത്. ഞങ്ങളും ഉണ്ടായിരുന്നു, കൂടെ ഉള്ളവരും ഉണ്ടായിരുന്നു, കുറെ പേര് ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും ഇങ്ങനെ അവിടെ പോസ്റ്റായി പറഞ്ഞു. എന്തായാലും നമ്മളിവിടെ എത്തി. ഊട്ടി ലാസ്റ്റ് സ്റ്റേഷനിൽ എത്താറായി. നമ്മൾ വിചാരിച്ചതിനേക്കാളും സമയം കുറച്ച് കൂടി. 1-2 മണിക്കൂർ. നല്ല വിശപ്പായി തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു. നമുക്ക് ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഹോട്ടലിൽ പോയാൽ മതി. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇനി ഇറങ്ങിയിട്ട് കാണാം. ഇവിടെ തമിഴിലൊക്കെ ഫുള്ള് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഊട്ടിയിലെത്താൻ പോവാണ് അല്ലേ?
മൂന്നാർ മാറ്റി ഊട്ടിയിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോ എനിക്ക് ആദ്യം ഇവിടെ ഗൂഡല്ലൂർ എത്തനായപ്പോ മൂന്നാറിന്റെ ആ പ്രതീതിയൊക്കെ എനിക്ക് തോന്നി അല്ലേ? ഏകദേശം ക്ലൈമറ്റ് ഒക്കെ അതുപോലെ ഫീലാവണേ. നമ്മള് എത്താറായിട്ടുണ്ട്. നീ പെട്ടെന്ന് തന്നെ എത്തും. എത്താറായി. അവിടെ എത്തുമ്പോ കാണാം അല്ലേ? അവിടെ എത്തിയിട്ട് ഞങ്ങളങ്ങനെ ഊട്ടി ടൗണിൽ എത്തി. കുറെ നേരത്തെ ബസ്സായിരുന്നിട്ടാണ് ആകെ എടുത്തില്ലേ? ശരിക്കും അടുത്തു. ഒത്തിരി സമയമായി ഇവിടെ എത്തിയപ്പോഴേക്കും. അപ്പൊ ഞങ്ങളൊരു ഹോട്ടൽ അന്വേഷിച്ച് നടക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഹോട്ടലിലേക്ക് പോകാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ചുറ്റുമുള്ള ബസ് സ്റ്റാൻഡിന്റെ ചുറ്റുമുള്ള ഹോട്ടലിൽ കയറാൻ ഇച്ചിരി പേടി. കാരണം ഫുഡ് നന്നായില്ല വെച്ചെങ്കിൽ വയറിന് പണി കിട്ടിയ പിന്നെ നമ്മുടെ ട്രിപ്പ് ആകെ കൊളാവും. അപ്പൊ വല്ല ശരവണ ഭവൻ അങ്ങനെ ഉണ്ടോ നോക്കുക. ചുറ്റും നോക്കാം. ഞങ്ങൾ റെയിൽവേയുടെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് കഴിക്കാൻ വന്നത്. അപ്പോൾ അവിടെ കഴിക്കാൻ വന്നപ്പോഴാണ് ഇവിടെ കണ്ടത് ഉദ്യോഗമണ്ഡലം ടോയ് ട്രെയിനിൻ്റെ ആ ഭാഗം അല്ലേ? ഉദ്യോഗമണ്ഡലം അതെ, ഉദകമണ്ഡലം. ഉദ്യോഗമണ്ഡലം അത് തന്നെ. അതെ. അപ്പൊ ടോയ് ട്രെയിൻ ഒക്കെ കണ്ടു. നമുക്ക് ഇരിക്കാൻ പിന്നെ വരാം. ഇപ്പൊ ചായ കുടിക്കാം. നമുക്ക് ചായ കുടിച്ചിട്ട് ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് വരാം. ടോയ് ട്രെയിനിലൊക്കെ കയറാം. അതിനെ കഴിക്കട്ടെ. നല്ല മസാല ദോശയും ചായ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. നല്ല വിശപ്പാണ് അല്ലേ? നല്ല വിശപ്പാണ്. കഴിക്കാൻ തുടങ്ങുകയാണ്. ഒട്ടും സമയം കളയില്ല, കഴിക്കാൻ. ഇതിവിടെ റെയിൽവേയുടെ സേലം റെയിൽവേ ഡിവിഷനിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് റെസ്റ്റോറൻറ്റ്. അത് കണ്ടു വന്നാൽ വിലക്കുറവുണ്ട്. നല്ല വിലക്കുറവുണ്ട്. കഴിക്കട്ടെ. കുഴപ്പമില്ല. ഇത് വേറൊരു മസാല ദോശ അല്ലേ? നമ്മുടെ കേരളത്തിലെ ടേസ്റ്റ് മാറി അല്ലേ? അങ്ങനെ ചായയും ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇനി ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകണം അല്ലേ? അതെ. നമ്മള് അപ്പൊ ഇവിടെ നമ്മൾ ഓട്ടോറിക്ഷ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഫെയറൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും കാണുമ്പോൾ അവര് കൂടുതൽ മേടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് നമുക്ക് ചോദിക്കാം എത്രയാവുന്ന ഒക്കെ ചോദിച്ച്. കാരണം വേറെ സ്റ്റേറ്റ് വരുമ്പോഴേ നമ്മുടെ നാടാകുമ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ല. വേറെ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മുടെ ബാഗൊക്കെ കാണുമ്പോൾ തന്നെ അവര് ഇവരുടെ കുറെ അങ്ങ് കയ്യിലാക്കണം ചിന്ത വരും. എനിക്കിവിടെ വന്നിട്ട് നമ്മുടെ മൂന്നാർ അത് തന്നെയല്ലേ തോന്നണേ? മൂന്നാറിന്റെ അതേ രൂപം തന്നെയാ തോന്നുന്നത്. കൊച്ചു കൊച്ചു വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്കപ്പൊ ഇനി ഹോട്ടൽ റൂമിലേക്ക് പോവാം. ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു അല്ലേ? അതെ, ഓട്ടോ കിട്ടി. ഓട്ടോയിൽ നമ്മള് പോവാണ്. അത് ഒരു ഹില്ല് ഭാഗത്താണ് നമ്മുടെ ഹോട്ടല്. ഗോദാബേട്ട ഭാഗത്താണ്. സ്ഥലത്തിന്റെ പേരെന്താ? ചേട്ടാ ഗോദാബേട്ട എന്നല്ലേ സ്ഥലത്തിന്റെ പേര്? ഗോദാബേട്ട. ഇവിടുന്ന് വലിയ ദൂരമൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ ഉണ്ട്. അതെ. അപ്പൊ നമ്മള് ഹോട്ടലിലെത്തി ചെക്കിനൊക്കെ ചെയ്തിട്ടാണ് പിന്നെ പുറത്തിറങ്ങുന്നത്. സൈറ്റ് സീയിങ്ങിന് പുറത്തിറങ്ങും. ഫ്രഷ് ആവണം. എന്നാല് എന്തായാലും എത്തി നമ്മള്. അങ്ങനെ നമ്മള് ഊട്ടിയിലും എത്തിയില്ല. ഹോട്ടലിന്റെ ഫ്രണ്ടിൽ എത്തി. ഇതിന്റെ പേരെന്താ? അക്കോർഡ് ഹൈലാൻഡ് ഹോട്ടൽ ഗോദാബേട്ട. അതെ. അങ്ങനെ ഞങ്ങള് കുറച്ച് മുകളിലാണ്, ഹിൽ ഏരിയയിലാണ്. അതെ, നല്ല മുകളിലാട്ടോ. നമ്മുടെ ടൗണിൽ ഇത് വെച്ച് നോക്കുമ്പോ ഇത് ഒത്തിരി മുകളിലായി ഹോട്ടലിൽ ഇരിക്കണേ. അപ്പൊ നമ്മള് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ചെക്ക് ഇൻ ചെയ്ത് റൂമിലൊക്കെ കയറി ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തിറങ്ങും. സൈറ്റ് സീയിങ്ങിന് ഇറങ്ങും. അപ്പൊ നമുക്ക് കയറാം. ഹോട്ടലിലേക്ക് കയറുന്ന വ്യൂ ഒക്കെ നല്ല രസമല്ലേ? നമ്മള് പിന്നെ കാണിക്കാം. നല്ല ഭംഗിയുണ്ട്.
15 minutes എടുക്കുമെന്ന് പറഞ്ഞു റൂം റെഡി ആവാൻ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് രണ്ടാളും. അപ്പോൾ നമുക്ക് കയറിയിട്ട് പറഞ്ഞ പ്രകാരം ഫ്രഷായി. പിന്നെ ഇപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പൊ വിശക്കുന്നില്ലല്ലോ. ഇല്ല, നീ ഭക്ഷണം പറഞ്ഞാൽ മതി. ലഞ്ച് അപ്പൊ പറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒട്ടും താമസിക്കാതെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങാം. ഇവിടെയൊക്കെ മൂന്നാറ് പോലെ തന്നെ പെട്ടെന്ന് ഇരുട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. റെഡി, റൂം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഓട്ടെ. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. നമുക്ക് കിട്ടിയ നമ്പർ 207. കുറച്ച് സ്പേസ് കൂടുതലുണ്ട് അല്ലേ? നല്ല സ്പേസ് ഉണ്ട്. ഇതുവരെ നമ്മൾ പോയെടുത്ത് വെച്ച് നോക്കുമ്പോ ഏറ്റവും വലിയ റൂമായതല്ലേ? ഏറ്റവും വലിയ റൂമാണ്. പിന്നെ അതിന്റെ പർട്ടിക്കുലർ വ്യൂവും നല്ല ഭംഗിയുണ്ട്. അവിടെ വാർഡ്രോബ് അവിടെ ആയിട്ട് കയറുവന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒക്കെ ഉണ്ട്. ടി വി ഉണ്ട്. വാർഡ്രോബ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം താമസിച്ച അതേപോലെ തന്നെ. അതെ അല്ലേ? അതെ അതെ. പിന്നെ ഇവിടെ കിറ്റില് അത്യാവശ്യം വേണ്ട ഇതെല്ലാം ഉണ്ട്. നമുക്ക് ഇവിടെ നല്ല തണുപ്പുള്ള സ്ഥലമില്ല. അപ്പൊ ഇതെന്തായാലും ആവശ്യം വരും. തണുപ്പ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി വരും. കാരണം രാത്രി ആകുമ്പോഴേക്കും ഇത് വരും. അപ്പൊ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി വരും. ബാത്റൂം ബാത്റൂം നല്ല ഭംഗിയുണ്ടല്ലോ. ഒരു ഗോൾഡൻ ഇതുപോലെ അല്ലേ? അത് സെപ്പറേറ്റ് ഷവറിന്റെ ഉണ്ട്. നല്ല 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 റൂമാട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് നമ്മൾ ഇവിടുത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റൂമാണ് എടുത്തിട്ടുള്ളത്. സുപ്പീരിയർ റൂം, ഡിലക്സ് റൂം വേറെ ഉണ്ട്. അതൊന്നും നമ്മൾ എടുത്തില്ല. നമ്മൾ ഇവിടുത്തെ ഏറ്റവും ഏറ്റവും ബേസ് ആയിട്ടുള്ള റൂം നമുക്ക് ധാരാളം അല്ലേ? ഇതിന്റെ നല്ല ഭംഗിയില്ലേ? അതെ. അവിടുത്തെ വ്യൂ എങ്ങനെയുണ്ട് നികേഷ് ചേട്ടാ? അങ്ങോട്ടേക്കല്ലേ വ്യൂ? അത് തുറക്കേണ്ട ആവശ്യമില്ല. തുറക്കണ്ടേ? തുറക്കാം. ലോക്കാ. അവര് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുറത്തു പോകുമ്പോ ഡോർ അടയ്ക്കണം, അല്ലെങ്കിൽ കുരങ്ങൻ വരാൻ സാധ്യതയുണ്ടെന്ന്. ഇപ്പൊ കുഴപ്പമില്ല. ഇതാണ് വ്യൂ കാണിച്ചു തരാം. ഏകദേശം നമ്മളെ പറക്കാട്ടൊക്കെ പോയപ്പോഴല്ലേ അതേ വ്യൂ അല്ലേ? അതിനേക്കാളും അന്ന് ആ റൂമിന്റെ അതിനേക്കാളും നല്ല വ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നു. അന്ന് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഒരു വ്യൂ ഇല്ലായിരുന്നു. പിന്നെ അവിടെ സെപ്പറേറ്റ് റൂംസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് വേറെ വില്ലയാണോ? അത് വില്ല. നല്ല ആട്ടോ. ഇതൊരു കുന്നിന്റെ മുകളിലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇഷ്ടമായി. അപ്പൊ സിറ്റിയില് നമ്മളെപ്പോഴും മിക്കപ്പോഴും സിറ്റിയുടെ ഉള്ളിലാണ് നമ്മൾ എടുക്കാറ്. ഇപ്രാവശ്യമാണ് ഒന്ന് വ്യത്യാസമായിട്ട് കുറച്ച് പറക്കാട്ട് പോയപ്പോഴും വ്യത്യാസമായിട്ട് എടുത്തു. എപ്പോഴും നമുക്ക് ഇനി എടുക്കുമ്പോ എപ്പോഴും അങ്ങനെ ചെയ്യാട്ടോ. കുറച്ച് മറ്റേ ഈ ബസ് സ്റ്റാൻഡിന്റെ അടുത്തൊക്കെ എടുക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ടൊരു രസകരമല്ല. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ എടുക്കുമ്പോൾ നല്ല സൂപ്പറാ. വ്യൂ അടിപൊളിയായിരിക്കും. ടി വി ഒന്നും പിന്നെ നമ്മൾ വയ്ക്കലുണ്ടാവില്ല. രാത്രി എങ്ങാനും. അപ്പൊ നമുക്ക് ഇനി റെഡി ആയാലോ? ഫ്രഷ് വന്നിട്ട് നമുക്ക് സമയം കളയണ്ട. ഫ്രഷായി നമുക്ക് കുറച്ച് കഴിയുമ്പോ കഴിക്കാം. കാരണം ലഞ്ചിന്റെ ടൈം കഴിഞ്ഞാൽ പിന്നെ കിട്ടലുണ്ടാവില്ല. അതാത് സമയത്തല്ലേ ഫുഡ് കിട്ടുള്ളൂ. അപ്പൊ നമുക്കിനി ഫ്രഷ് ആവാം. ആയോ? ഞങ്ങള് കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി അടിപൊളിയായിട്ടില്ലേ? ഞങ്ങള് പുറത്തു പോവാണ്. സൈറ്റ് സീയിങ്ങിന് ഇറങ്ങാൻ പോവാണ്. അപ്പൊ സമയം ഒത്തിരി ആയിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ലഞ്ചും കഴിക്കണം. ലഞ്ച് കഴിച്ചിട്ട് ഇവിടെയൊക്കെ പെട്ടെന്ന് ഇരുട്ടാവുമല്ലോ. അപ്പൊ ഇന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ബാക്കി നാളെ. നമ്മളങ്ങനെ ഒത്തിരി സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ ഈ ക്ലൈമറ്റ് ഒന്ന് എൻജോയ് ചെയ്യുക. അതായത് നല്ല തണുപ്പൊക്കെയാണ്. അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക. അതുകൊണ്ട് പിന്നെ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഒത്തിരി ദൂരെയാണ് ടൗണിൽ നിന്ന്. അതുകൊണ്ട് സൈറ്റ് സീയിങ് ഒക്കെ എങ്ങനെയാവും നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഇതൊക്കെ പറ്റുന്ന സ്ഥലങ്ങൾ കാണുക. പിന്നെ ഇവിടെ റിലാക്സ് ചെയ്ത് ഇരിക്കുക. ഇതൊക്കെയാണ് നമ്മള് ക്ലൈമറ്റ് എൻജോയ് ചെയ്യുക, വ്യൂ എൻജോയ് ചെയ്യുക. ഇത്രയാണ് ഉദ്ദേശിച്ചത്. നാളെ കൂടെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്ക് ധൃതിയൊന്നും ഇല്ല അല്ലേ? നാളെ കഴിഞ്ഞ് മറ്റന്നാള് നമ്മള് പോകും. അപ്പൊ ഇപ്പൊ കുറച്ച് സമയമുണ്ട്. അപ്പൊ ആ സമയം നമ്മള് ഏതൊക്കെയാണ് സ്ഥലങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ പയ്യെ പോയി കണ്ടിട്ട് വരാം.
അപ്പൊ നമുക്ക് ഇറങ്ങാം. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇനി അറിഞ്ഞൂടാ, ഈ പുറത്തിറങ്ങിയിട്ട് എവിടെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം, ജീപ്പുകാരോ അല്ലെങ്കിൽ ഇതിന് കൊണ്ടുപോകുന്ന ആൾക്കാരെയോ എന്നിട്ട് പോവാന്നോ പ്ലാൻ ചെയ്താണല്ലേ നികച്ചേട്ടാ? അതെ. ആ ഇവിടെ നമ്മൾ കുറച്ച് ഈ പീക്ക് നമ്മുടെ ഹില്ല് ഭാഗത്താണ് നമ്മൾ എടുത്തത്. അപ്പൊ സിറ്റി കുറച്ച് ദൂരെയായി പോയി, നല്ല ദൂരെയായി. അപ്പൊ നമുക്ക് ടാക്സി ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാ. പിന്നെ ഇവരൊരു പാക്കേജ് ഒക്കെ പറയുന്നുണ്ട്, അത് എക്സ്പെൻസീവ് ആണോ അല്ലെന്നൊന്നും അറിയുന്നില്ല. അപ്പൊ നമ്മൾ പുറത്തിറങ്ങിയിട്ടൊന്ന് നോക്കാന്ന് വിചാരിച്ചിരിക്കുക. എന്നിട്ട് അതിന്റെ തരം പോലെ ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. അതില് ടൂർ പാക്കേജസ് പലതും ഇങ്ങനെ പറഞ്ഞു. അതിലൊരു ടൂർ പാക്കേജ് എടുത്തു, കാരണം ഇപ്പോൾ ഒരുവിധം സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ചൊക്കെ കഴിക്കണം, അപ്പോൾ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ ബാക്കി. അപ്പോൾ ഒരു പാക്കേജ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഡോഡാപെട്ട പീക്കും വാക്സ് മ്യൂസിയവും പിന്നെ റോസ് ഗാർഡൻ, ഊട്ടി ലേക്ക്, ബോട്ട് ഹൗസ്. അപ്പോൾ അവിടെയൊക്കെ നമുക്കിന്ന് പോവാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് നാളെ കാണാം. കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് മറ്റന്നാൾ രാവിലെ കാണാം. അപ്പോൾ ഫുഡും കഴിക്കണം അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമുക്ക് പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ പോണതിൻ്റെ മുമ്പ് കവർ ചെയ്യാം കേട്ടോ. നമുക്ക് മാക്സിമം മാത്രമല്ല ഹാപ്പി ആയിട്ട് അല്ലേ എൻജോയ് ചെയ്യും കൂടി വേണം. ചുമ്മാ നമ്മളെല്ലായിടത്തും ചാടിപ്പടഞ്ഞ് ഓടിപ്പോയി വന്ന് എല്ലാം കണ്ടു എന്നതിനേക്കാളും കുറച്ച് സ്ഥലങ്ങളെ കാണുന്നുള്ളെങ്കിലും അത് ഹാപ്പി ആവുക, സന്തോഷമാവുക, എൻജോയ് ചെയ്തിട്ട് വരിക എന്നുള്ളതാണ്. കാണുന്ന നിങ്ങൾക്കും അതൊരു എൻജോയ്മെന്റ് ആവണം. അപ്പൊ നമ്മള് വിളിക്കാൻ പോവാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ആദ്യം വന്നിറങ്ങിയ ഊട്ടി ടൗണിലേക്ക് തന്നെ കേട്ടോ വന്നിട്ട് അവിടുന്ന് ഒരു ടാക്സി ആ ചേട്ടന്റെ പാക്കേജ് എടുത്തു. ഇപ്പൊ കാണാൻ പോണ വഴിക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഹോട്ടലിൽ കയറിയപ്പോൾ നമ്മൾ ഊട്ടി സ്പെഷ്യൽ ഫുഡ് എന്താണെന്ന് ചോദിച്ചു. നമ്മുടെ ബിരിയാണി ഒക്കെ തന്നെയുള്ളൂ. അപ്പോൾ അവരുടെ ബിരിയാണിയാണ്, ഒരു സ്പെഷ്യൽ ബിരിയാണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഊട്ടി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി കഴിച്ചു. ഞങ്ങൾ ചോദിച്ചു ഊട്ടിയിൽ വേറെ സ്പെഷ്യൽ എന്താ ഉള്ളത്, അപ്പോൾ അതൊന്നും ഇല്ല, ഗ്രിൽ ചിക്കൻ അങ്ങനെ ഇതൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ വിചാരിക്കുന്നത് എപ്പോഴും തീറ്റയല്ല. ഇപ്പം സമയമായി, സമയം 1 മണി 12:30. 1:30 കഴിഞ്ഞു, 1:45. ഇനിയിപ്പോൾ നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് വേറെ നല്ല ഹോട്ടലും കാണിയില്ല, അതുമല്ല കഴിക്കാനും സമയം കിട്ടിയില്ല. അപ്പം കഴിച്ചിട്ട് തുടങ്ങി. അത് കഴിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ആ ഭാഗത്തൊന്നും ഉണ്ടാവില്ല ഹോട്ടൽ, നല്ല ഹോട്ടൽ ഉണ്ടാവില്ല. കഴിക്കാൻ പോവാൻ അവിടെ നല്ല തിരക്കുണ്ട്. നല്ല തിരക്ക്. ചേട്ടൻ പറഞ്ഞത് നല്ല ഇതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കയറിയതാണ്. നമ്മുടെ ഊട്ടി സ്പെഷ്യൽ ബിരിയാണി വന്നിട്ടുണ്ട്. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അല്ലേ. ഒരു സലാഡൊക്കെ ഒത്തിരി ഉണ്ടോ, ഒരു പാത്രം, വലിയ പാത്രത്തിലാണ്. ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് ഊട്ടി സ്പെഷ്യൽ ബിരിയാണി. നല്ല ടേസ്റ്റ് ഇല്ലേ ചേട്ടാ? ചിക്കൻ്റെ വലിയ 2 പീസും ഉണ്ട്, മുട്ടയുണ്ട്, കോഴിമുട്ടയുണ്ട്, പിന്നെ രസമുണ്ട്. കുറച്ചൊക്കെ ഒരു ഹൈദരാബാദി ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങി. മലയാളികളുടെ ഹോട്ടൽ തന്നെയായിരുന്നു അത്. സംസാരിച്ചു. അപ്പോൾ നല്ല ഭക്ഷണമായിരുന്നു. നല്ല ഫുഡായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു, സൂപ്പർ. ഒരു പ്രത്യേക ടേസ്റ്റ്. ഹൈദരാബാദി ബിരിയാണിയുടെ കുറച്ചൊരു സാമ്യം തോന്നി. എന്നാലും നല്ല ബിരിയാണി, ചിക്കൻ കഷ്ണമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങൾ പോകുമ്പോൾ കാണാം. ഞങ്ങളങ്ങനെ ഡോഡാപേട്ട പീക്ക്, അതായത് സൗത്ത് ഇന്ത്യയിൽ തന്നെ 4ാമത്തേന്നാണ് അന്ന് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത്. നമ്മുടെ ടാക്സി ഡ്രൈവർ 1ാമത്തേന്നാ, തെറ്റി പറഞ്ഞതായിരിക്കും. എന്തായാലും ഹയസ്റ്റ്, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 8600 അടി ഉയരത്തിലാന്നാണ് കേട്ടത്. ഏതായാലും നമുക്ക് പോയി കാണാം അല്ലേ. നമ്മള് മൂന്നാറിലെ ഏറ്റവും മുകളിൽ പോവാറില്ലേ, ടോപ്പ് സ്റ്റേഷനിൽ, അതേപോലത്തെ ഒരു അതിലും വലുതാ ആണോ? അതിലും ആ ഒരു ഫീലൊക്കെ കിട്ടണത് ഇവിടെ വന്നപ്പോ. ഭയങ്കര. നമുക്ക് ഉള്ളിലേക്ക് കടന്ന് നോക്കാം.
ഇവിടെ ഇഷ്ടം പോലെ കഴിക്കാനും സാധനങ്ങളും ഉണ്ട്, ഷോപ്പിംഗ് ചെയ്യാനും ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ഇങ്ങനെ കടകളുണ്ട്. ചോളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, പിന്നെ കാടമുട്ട ഇല്ലാത്ത ഒന്നുമില്ല. ഇതെന്താ പൈനാപ്പിള്, മാങ്ങ എല്ലാം തിന്നാൻ തോന്നുന്നുണ്ട്. തിരിച്ചു വരുമ്പോ തിന്നാൻ തോന്നുന്നത്. ഇപ്പൊ ബിരിയാണി കഴിച്ചോണ്ട് ഇപ്പൊ തന്നെ തിന്നണ്ട അല്ലേ? അല്ല, ഇതൊക്കെ ലൈറ്റ് സാധനങ്ങൾ. ഇവിടെ ഒരു എൻട്രി ഫീ ഉണ്ട്, ഒരാൾക്ക് 10 രൂപയുള്ളൂ കേട്ടോ. അതെ, നമ്മളപ്പോ ഏറ്റവും മുകളിലെത്തി. ഇതിന്റെ അവിടെ മുകളിൽ കയറുന്ന ഒരു ഇതുണ്ട്. അതിന്റെ മുകളിൽ നിന്ന് നോക്കിയാ ചുറ്റിന് മൊത്തം കാണാന്നാ പറയുന്നത്. വ്യൂ കാണാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു മൗണ്ടൻ ആണ് നീലഗിരിയിലെ. ഇതൊക്കെ ഫോട്ടോ എടുക്കലുണ്ട്. ഞങ്ങൾ ഇതിന്റെ മുകളിലേക്ക് കയറുക കേട്ടോ. എനിക്ക് പൊതുവെ ഉയരം കയറാൻ പേടിയുള്ള ഒരാളാണ്, എന്നാലും ഞാൻ കയറുകയാണ്. ഒത്തിരി കയറുകയാണ്. നമുക്ക് ഫുൾ വ്യൂ ഇതിന്റെ മുകളിൽ പോയിട്ട് കാണാം. അതെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഇതാട്ടോ ഇതിന്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ. ഇങ്ങനെ ചുറ്റിനും അപ്പർ സൈഡിൽ നിന്ന് വേറെ വ്യൂ ആണ്. കോനൂർന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ. ഓക്കെ, കോനൂർ കാണുന്ന വ്യൂ ആണ് കോന്നൂർ വ്യൂ. അപ്പർ സൈഡിൽ വേറെ വ്യൂ. അപ്പൊ നമ്മൾ അത് കാണുമ്പോ പറയാം അല്ലേ. എന്ന് പറയണ ഊട്ടി വ്യൂ ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ നികേഷേട്ടാ? ചെറിയൊരു മഞ്ഞിന്റെ ഇതുപോലെ ഉണ്ടല്ലേ. നികേഷേട്ടൻ പറയുന്നത് മൂന്നാറിലെ ആ ടോപ്പ് പോയിന്റ് പോലെ തന്നെയാണ് ഇവിടെ എന്നാണ് അല്ലേ? മൂന്നാറും ഊട്ടിയും ഒരുപാട് കാലാവസ്ഥയും ക്ലൈമറ്റും ബാക്കിയുള്ള രീതികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നില്ലേ, ബോട്ടിംഗ് ഒക്കെ. നമ്മളിതിന്റെ ലാസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടാ. മൂന്നാർക്ക് തന്നെ അതേ പോയിന്റ് പോലെ തന്നെ. ഇവിടെ വന്നപ്പോഴേ എനിക്ക് ഇച്ചിരി ഒരു ഡിസപ്പോയിന്റ്മെന്റ്. ചിലപ്പോ ഒരു വ്യത്യാസമായിട്ടൊന്നും തോന്നിയില്ല. ശരിക്കും നമ്മള് സ്ഥിരം മൂന്നാറ് പോകുന്ന അതേ സെയിം പ്രതീതി തന്നെ ഇവിടെ വന്നപ്പോ. ഇനി മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോ ചിലപ്പോ എന്തെങ്കിലും വ്യത്യാസം തോന്നുമായിരിക്കും. പക്ഷെ ക്ലൈമറ്റും തണുപ്പുണ്ട്. ഞങ്ങള് ജാക്കറ്റ് കൊണ്ടുവന്നായിരുന്നു, പക്ഷെ റൂമിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. പക്ഷെ തണുപ്പ് വേണം. അത് എൻജോയ് ചെയ്യാനല്ലേ നമ്മള് വരുന്നത് മെയിനായിട്ട്. പിന്നെ ഒരു കാര്യമില്ല, കുറച്ച് രാത്രിയും കൂടി ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തണുപ്പാവും തോന്നുന്നു. അതെ, അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി പോവാം, അടുത്ത സ്ഥലത്തേക്ക് പോവാം അല്ലേ നികേഷ് ചേട്ടാ? മറ്റേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടൊക്കെ അതാ അവിടെ എത്തുമ്പോ അതവിടെ കഴിക്കണാണ് മെയിൻ. ഇവിടുത്തെ കഴിക്കണത് മെയിൻ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ നടക്കുമ്പോഴാണ് ഒരു ഏറെ സന്തോഷം. അതെ, ചെറിയ സാധനങ്ങൾ അവിടെ നമ്മൾ വരുമ്പോ ചോളം, കടല, ഇതൊക്കെ. ചോളം മതി എനിക്ക്. പിന്നെ കടലയൊക്കെ പ്രത്യേക രീതിയിൽ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്കത് നോക്കാം. അവരായിട്ട് കഴിക്കുന്നു. സോനു, ഇനി നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ ഒരു 2-3 ഇപ്പൊ തന്നെ ആകെ ഇരുട്ടാവാൻ തുടങ്ങി. ഇവിടുത്തെ ഒരു കുഴപ്പതാ, നമ്മള് 3 മണി ആവാറായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ നാട്ടില് 6 മണി ആയ പോലെ ആയി തുടങ്ങി. പെട്ടെന്ന് ആ രാവിലെ വരുന്ന ആ സമയത്തുള്ള വെളിച്ചം ഉണ്ടാവുള്ളൂ. പിന്നെ വെളിച്ചമൊക്കെ പെട്ടെന്ന്. ഞങ്ങളിവിടെ ഇങ്ങനെ ഞങ്ങളിവിടെ ചോളം മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ കൊടുക്കണ സ്ഥലത്ത് വന്നു. നികേഷ് ചേട്ടൻ ഇത് തന്നെ കഴിക്കുന്ന നിർബന്ധം. അവിടെ വേറെ വെറൈറ്റീസ് ഉണ്ട്, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുണ്ട്. ചോളത്തിൻ്റെ അകത്ത് ഉപ്പ്, മുളക് പൊടിയും പിന്നെ വേറെ ചാട്ട് മസാലയൊക്കെ ഇട്ടുണ്ടാക്കണം. നല്ല രസമുണ്ട്. ഇവിടുത്തെ കാഴ്ചകളും തീറ്റകളും എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ അവിടെ കയറിപ്പിച്ചുമ്പോൾ ഒരു സോക്സ് മേടിച്ചു കേട്ടോ, വേറെ ഒന്നും മേടിച്ചില്ല.
ടോപ്പ് സ്റ്റേഷൻ നല്ല തണവുണ്ട് ഇവിടെ. നമ്മള് പിന്നെ ഒരു വ്യത്യാസമായിട്ടും തോന്നിയില്ല. നമ്മള് മൂന്നാർ പോയപ്പോൾ ഉള്ള അതേ ടോപ്പ് സ്റ്റേഷനിൽ വന്ന ഫീല്. സത്യം. പിന്നെ ചോളം മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല തണവുണ്ട്, അത് എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും. ഇനി നമ്മൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവാണ് കേട്ടോ. റോസ് ഗാർഡൻ, ലേക്ക്, പിന്നെ മ്യൂസിയം അങ്ങനെയൊക്കെ ഉണ്ട്. അവിടേക്കൊക്കെ പോവാണ് നമ്മൾ. അപ്പോൾ എല്ലാം പോണ വഴിക്ക് കാണാം. പോണ വഴിക്ക് ഇവിടെ ഒരു ചെറിയ ടീ ഗാർഡൻ കണ്ടു. അപ്പൊ അവിടെ കേറിയപ്പോ കണ്ടില്ലേ അല്ലേ നികേഷേട്ടാ? പല ഡ്രസ്സൊക്കെ ഇടിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് പറ്റുമോ നോക്കാം. ടീ ഗാർഡൻ രസാലേ, ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ റീലെടുക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ടീ ഗാർഡനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇതിന്റെ ഉള്ളില്. കുറച്ച് ഫോട്ടോസും എടുത്തു. ഫോട്ടോസ് കുറച്ച് എടുത്തു. റീലെടുത്താലോ എന്ന് പറഞ്ഞു, നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു സൗകര്യം. അപ്പൊ നമുക്ക് പോവാം. നല്ല കാറ്റ്, ഇവിടുത്തെ ക്ലൈമറ്റ് എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. മൂന്നാറിനേക്കാളും തണവുണ്ട്, തണുപ്പ് ഫീൽ ഉണ്ട്. ഇനി രാത്രി ആവുമ്പോ നല്ല തണുപ്പുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത് നല്ല ഇഷ്ടം തോന്നി. ബാക്കിയൊക്കെ കുറെ സെയിം തന്നെയാണ്. ഇനിയിപ്പോ നമ്മള് ലേക്കിലേക്കൊക്കെ പോണത്. അപ്പൊ നോക്കാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ടീ ഗാർഡൻ കണ്ടിട്ട് ഇറങ്ങുകയാണ് നമ്മള്. ടീ ഫാക്ടറിയിലാണ് എത്തിയിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് എൻട്രൻസ് ഇവിടെ കാണുന്ന ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അപ്പൊ അവിടെ ഒന്ന് കയറാന്ന് വെച്ചു. അതെ, ചോക്ലേറ്റ് ഫാക്ടറി. അതിന്റെ ഉള്ളിൽ കയറുമ്പോ തന്നെ കുറെ സൗണ്ടുകളൊക്കെ കേൾക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുമോന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് ആദ്യം കയറിയത്. നമുക്ക് കാഴ്ചകൾ കാണാം. ഒരു കോംപ്ലിമെന്ററി ഞങ്ങൾ പിടിച്ചു. അവിടെ കൊടുക്കുക പാസ് ഉണ്ട് 20 രൂപ. അപ്പൊ അതുകൊണ്ടാന്ന് തോന്നുന്നു ഒരു ടീം തന്നു. ടീ നല്ല ചൂടായിരുന്നു. മറ്റേ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് എന്നാ താഴത്തേക്ക് പോകാറുണ്ട്. എടുത്തിട്ട് താഴത്തേക്ക് പോകാൻ പറ്റണ്ടേ? ചൂടെടുത്തിട്ട് സാധനം ഞാൻ വിചാരിച്ചെന്റെ കയ്യിൽ താഴത്തേക്ക്. ഈ ടീക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടെ നമ്മളിതെല്ലാം ടീ ഒക്കെ ഉണ്ടാക്കണ ചുറ്റി കിടന്ന് കണ്ടു. നമ്മൾ സാധാ കടയിൽ നിന്ന് മേടിക്കുന്ന അതിന്റെ ഒരു ടേസ്റ്റ് അല്ലല്ലോ. കുറച്ചുകൂടെ നല്ലതല്ലേ? ക്വാളിറ്റി ഉള്ള, പക്ഷെ നമുക്ക് കിട്ടുന്ന ക്വാളിറ്റി കുറഞ്ഞാണ്. ഉണ്ടാക്കണതും ചോക്ലേറ്റ് ഉണ്ടാക്കണതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നപ്പോൾ അവർ കാണിക്കുന്നത്. പിന്നെ ഇത് കോംപ്ലിമെന്ററി ആയിട്ട് തരുന്നത് നമ്മളിവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അവര് ഇത് കുടിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ താഴത്തുനിന്ന് മേടിക്കുക എന്നുള്ളതാണ് എല്ലാ മാർക്കറ്റിംഗ്. ഞങ്ങളപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് വെറുതെ വാക്സ് മ്യൂസിയത്തിൽ കയറാമെന്ന് വിചാരിച്ചു. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. എനിക്കറിയായിരുന്നു ഈ മെഴുകുതിരി കൊണ്ട് ഇങ്ങനെ പഴയ ആൾക്കാരെ ഗാന്ധിജീനെയും ജവഹർലാൽ നെഹ്റുവിനെയും അവരൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. എന്നാലും ഈ വഴിക്ക് പോകുമ്പോൾ കാണണമെന്ന് ചോദിച്ചപ്പോൾ യെസ് കാണാം. പിന്നെ അങ്ങനെ വർത്തായിട്ടുള്ള ഭയങ്കര ഇതായിട്ടുള്ള ഇതുവരെ കണ്ടില്ല. നമ്മള് ആ കുന്നി പോയപ്പോ കണ്ടു, അത് നല്ലതായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലേക്കിലൊക്കെ പോകണം. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് പോവാം. ഞങ്ങൾ ഇങ്ങനെ ബോട്ടാണിക്കൽ ഗാർഡനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇത് ഊട്ടിയിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ പെട്ട ഒരു സ്ഥലമാണ്. അതെ, ഒരുപാട് ആൾക്കാര് മറ്റു സ്ഥലങ്ങളിലേക്കാളും ഒരുപാട് പേര് ഇവിടെ കാണാനുണ്ട്. 100 രൂപയാണ് ഒരാളുടെ അഡൽട്ടിന്റെ എൻട്രി ഫീ. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ നടന്ന് കാണാൻ. അപ്പോൾ നമ്മൾ നടക്കുകയാണ്. കയറി വന്നോട്ട് തന്നെ നോക്കിയേ, ഇത് താമരക്കുളം പോലെ ഒരു വലിയ കുളമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് നടക്കാം. കാഴ്ച എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് നടന്നു നോക്കാം. വന്നപ്പോ പതിവ് സ്ഥലങ്ങളിലേക്കാളും നമ്മൾ ആ മൗണ്ടനിൽ പോയപ്പോ തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും തിരക്ക്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ, അല്ലേ? മൗണ്ടനേക്കാളും തിരക്കുണ്ട്. ഇവിടെ 55-66 ഏക്കർ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. നിറച്ചും ആൾക്കാരുണ്ട് ഇതിന്റെ ഉള്ളില്. ഒരുപാട് ഫ്ലവേഴ്സും പ്ലാന്റ്സും ഫ്ലവേഴ്സും
ഇങ്ങനെ ഭയങ്കര എന്താ പറഞ്ഞു വ്ളോഗ് അതെ. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കുറേ നേരം നടന്നു. ഒരു രസമാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ. പിന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ളതൊന്നും തോന്നണില്ല അല്ലേ? ഇതേ ഫാമിലി പിള്ളേര് കുട്ടികളൊക്കെ ഉള്ളവർക്ക് അവർക്ക് പിള്ളേർക്ക് ഓടി കുറേ നടക്കാം. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുക. അവർക്കൊക്കെയാണ് കൂടുതൽ എൻജോയ്മെൻ്റ് ആവുക. അതുപോലെ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നവർക്ക്, കോളേജ് സ്കൂളിൽ നിന്നൊക്കെ വരുന്നത് അങ്ങനെയുള്ളവർക്കാണ്. ഞങ്ങൾ രണ്ടുപേരും കുറച്ചൊക്കെ നടന്നു ഇവിടെ. പിന്നെ ഞങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഒന്നും ഇല്ല. പിന്നെ ഇവിടുത്തെ നല്ല തണുപ്പുണ്ട്, അതൊരു നല്ല ഇതാട്ടോ. തണുപ്പും ഉണ്ട്, പിന്നെ ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് വർഷങ്ങൾ പഴകിയ മരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മള് കണ്ടത് ഊട്ടിയുടെ ഒരു അടുത്തടുത്തുള്ള ഒരു കുറച്ച് ഭാഗം മാത്രമാണ്. വേറെ സ്ഥലമുണ്ട്, അത് ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റില്ല. പിന്നെ അത് നമുക്ക് നാളെ സമയമുള്ള പോലെ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഒരു സസ്പെൻസ് ഉണ്ട് വീഡിയോയില്. അല്ല, ഇന്ന് തന്നെ പറയും, ഇന്ന് അവസാനം പറയാം വീഡിയോയില്. അപ്പോ നമ്മൾ ഇനിയിപ്പോ ഇവിടെ നടന്ന് കൊറേ ആയി, നടന്ന് മതിയായി. ഇപ്പൊ ഞങ്ങള് പുറത്തു പോവാണ്, അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ നമുക്ക് ഇറങ്ങാം, ഇവിടുന്ന് ഇറങ്ങാം. ഇനി അവസാനം ഒരു സ്ഥലം ഇവിടെ ഉള്ളൂ തോന്നുന്നു അല്ലേ? നോക്കാം. ഫുള്ള് റീല് കളിക്കുന്നവരാട്ടോ ഇവിടെ. ഇപ്പൊ ഫുള്ള് എല്ലാരും അതെ, പിള്ളേരും അതെ, പ്രായമായവരും അതെ, എല്ലാരും അതെ. എല്ലാവർക്കും റീലാ. ഇപ്പൊ എല്ലാവരും മൊബൈലിലും നോക്കിയിരിക്കുക. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ ഒരാള് പോലും മൊബൈലിൽ ഇങ്ങനെ നോക്കാത്തില്ല. എല്ലാവരും അവരവരുടെ മൊബൈലിൽ നോക്കി. നമ്മള് മാത്രമേ റീൽ എടുക്കാത്തുള്ളൂ അല്ലേ? അല്ല, ഞാൻ ആലോചിക്കാം നമ്മുടെ കാലഘട്ടം പോയൊരു പോക്ക്. എല്ലാവരും വയസ്സായവരും ചെറുപ്പക്കാരും ചെറിയ കുട്ടികളും ഒക്കെ മൊബൈലിന്റെ മുകളിലാണ്. എന്തായാലും അപ്പൊ നമ്മൾ ഇറങ്ങാണ് കേട്ടോ. ഇവിടുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങായി. ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങിയപ്പോ ഇവിടെ സൺഫ്ലവർ വിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ നല്ല രസം തോന്നി. അപ്പൊ മേടിച്ചാലേ? ആദ്യം ഒരെണ്ണം മേടിച്ചു, പിന്നെ തോന്നി രണ്ടെണ്ണം വേണം. അപ്പൊ രണ്ടെണ്ണം മേടിച്ചു. മണമൊന്നുമില്ല. അവരിങ്ങനെ ഇവിടെ വെച്ച് കണ്ടപ്പോ നല്ല രസം അത് കാണാൻ. അപ്പൊ അങ്ങ് മേടിച്ചാ. ചുമ്മാ നാളെ നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. നാളെ നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് നാളെ. പറയാം, എന്താന്ന് പറയാം. ഞങ്ങൾ റോസ് ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. ബോട്ടാനിക്കൽ ഗാർഡനിന് കുറച്ച് ദൂരമേ ഉള്ളൂ ഇങ്ങോട്ട്. ഒരു 1 കിലോമീറ്റർ ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. റോസ് ഗാർഡനിലെത്തി അതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. നമ്മൾ നടക്കാൻ പോണേ ഉള്ളൂ കേട്ടോ. റോസ് ഗാർഡൻ എന്ന് പറയുന്ന പോലെ പല വെറൈറ്റീസ് ആയിട്ടുള്ള റോസ് തന്നെ ആയിരിക്കും ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ കാണുമ്പോ അതുപോലെ തോന്നണേ. കുറെ വേറെ വെറൈറ്റീസ് ഓഫ് ചെടികളും ഉണ്ട്. അതെ, വേറെ ചെടികളും ഉണ്ട്. മഞ്ഞ നിറത്തിലൊക്കെ കുറെ കാണുന്നുണ്ട്. പിന്നെ റോസ് നോക്കാം, അങ്ങനെ നടന്ന് നോക്കാം, അപ്പോഴേ കാണുള്ളൂ എന്തൊക്കെയാന്നുള്ളത്. അങ്ങനെ ചുറ്റിക്കറങ്ങാൻ തോന്നുന്നു അല്ലേ? ഞങ്ങളിവിടെ ഊട്ടി ലേക്ക് ബോട്ട് ഹൗസിലെത്തി. ബോട്ട് ഹൗസിൽ കയറിയിരിക്കുകയാണ്. ഞാൻ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് വേണം നോക്കാൻ. എൻട്രി ഫീസ് 20 രൂപ ഒരാൾക്കുണ്ട്. അത് കൂടാതെ ഇനി ബോട്ടിൽ കയറുന്നതിന് 25 ഒരാൾക്ക്, 25 ഒരാൾക്ക്. ഇനി ഉള്ളിൽ കയറിയിട്ടാണ് ബാക്കി ബോട്ടുകൾ ഏതൊക്കെയാ, നമ്മൾ ഏത് റൈഡിലൊക്കെ ആയിട്ടുള്ളത്, റേറ്റ് എന്നൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ ആ മൂന്നാറിനെ പോലെ തന്നെ അല്ലേ, സെപ്പറേറ്റ്. നമുക്ക് കയറി നോക്കാം എന്താണ്. അങ്ങനെ ഞങ്ങള് ബോട്ടിൽ കയറാൻ പോവാണ്. ഞങ്ങൾക്ക് 2 കൂട്ടുകാരെ കിട്ടിയത് പുറകെ തന്നെയാണ്. അതായത് 4 പേരെല്ലായിരുന്നു. അപ്പൊ അവരെ പിടിച്ച് ക്യൂ നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ട്. ഭയങ്കര തിരക്ക്.
ബോട്ടിൽ കയറിയിട്ട് വന്നിട്ട് ലൈഫ് ജാക്കറ്റിൻ്റെ ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. അതെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ പോണ ഇതിൽ വേറെ 2 പേരുണ്ട്. 6 സീറ്ററാണ്, പക്ഷെ 6 പേരില്ല. 2 പേര് കൂടി 2 പേർക്കായിട്ട് പോകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് 6 പേരുണ്ട്. ഞങ്ങൾ 4 പേര് കൂടി എടുത്തിട്ട് അങ്ങനെ സെറ്റായി 4 ആൾ കൂടി. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മോട്ടോർ ബോട്ടായിട്ട് അങ്ങനെ നമ്മൾ ബോട്ടിങ് തുടങ്ങി. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. നല്ല തിരക്കായിട്ട് ഞങ്ങൾ സംശയിച്ചു ഇനി ഇരുട്ടാവുമെന്ന്. പക്ഷെ ഇരുട്ടല്ല, കുഴപ്പമില്ല. കൂടി തുടങ്ങി നൈറ്റ് ആയപ്പോഴത്തേക്കല്ല. നല്ല തണുപ്പ്, അതുകൊണ്ട് നല്ല രസമുണ്ട്. നല്ല ക്ലൈമാറ്റ്. അങ്ങനെ ബോട്ടിങ്ങും കഴിഞ്ഞു അല്ലേ? ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിട്ടോ. ചില പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ഇന്നത്തെ സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞു. രാത്രിയാവും ചെയ്തു, ഇരുട്ടായി. അപ്പൊ ഇനി നമ്മൾ തിരിച്ച് നോക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സിറ്റിയിലായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. എന്നിട്ട് നമുക്ക് നോക്കാം ബാക്കി എന്താ വേണ്ടത് നോക്കാം. അങ്ങനെ ഞങ്ങള് മറ്റേ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴേക്ക് ഇരുട്ടായി, നല്ല തണുപ്പുണ്ട്. ഞങ്ങളൊരു ബേക്കറിയിൽ നല്ലൊരു ബേക്കറി കണ്ടു. അപ്പോൾ ചാടി ബേക്കറിയിൽ കയറി. ബേക്കറിയിൽ കയറിയത് എന്തിനാണെന്നറിയോ? അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഒരു സസ്പെൻസ് ഉണ്ടെന്ന്. ആ സസ്പെൻസ് നമ്മൾ പൊട്ടിക്കുകയാണ്. നാളെ നമ്മുടെ സൗരൂട്ടിൻ്റെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ ആണ്. എന്താ പറഞ്ഞ നവംബർ 16 നവംബർ 16 പിറന്നാളാണ്. അപ്പോൾ കേക്ക് മേടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ കേക്ക് ഓർഡർ ചെയ്ത് കൊടുക്കണേ ഉള്ളൂ. അപ്പോൾ കൊടുക്കാണ്. അപ്പോൾ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറിയത്. ഞാൻ കൊടുക്കട്ടെ കേട്ടോ. ഞങ്ങളങ്ങനെ കേക്ക് മേടിച്ചിറങ്ങി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചു ആവശ്യത്തിന് വേണ്ടത്. എന്നിട്ട് ഒന്ന് കറങ്ങി കിടന്നു അല്ലേ? ഇവിടെ ഫ്രൂട്ട്സിന് കേക്കിനും ഒക്കെ നമ്മുടെ അവിടത്തേക്കാളൊക്കെ നല്ല വില കുറവാട്ടോ. ഞാനത് ശ്രദ്ധിച്ചു. കേക്ക് മേടിച്ചപ്പോഴും നമ്മുടെ അവിടുത്തെ വിലയേക്കാളും കുറവാണ്. ഫ്രൂട്ട്സിനൊക്കെ നല്ല വില കുറവാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ മാർക്കറ്റിൽ കുറച്ച് നേരം നടന്നു. ഇനി തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ. ഹോട്ടലിൽ എത്തിയിട്ട് കാണാം. അതെ, അവിടെ എത്തിയിട്ട് ഇനി കഴിക്കുമ്പോഴൊക്കെ സമയത്ത് കാണാം. നല്ല തിരക്കാ, നല്ല തടവും. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. എത്രയായി സമയം? 7:30 ആവാറായി. ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം അല്ലേ? അതെ, ഫുഡൊക്കെ ഇന്ന് കഴിക്കണം. പിന്നെ ഫ്രഷ് ആവണം. പിന്നെ സംസാരിക്കാം അല്ലേ? അപ്പോൾ കയറട്ടെ കേട്ടോ, റൂമിലേക്ക് കയറട്ടെ. ആദ്യം തന്നെ നമുക്ക് ഈ കേക്ക് അവര് ഫ്രീസർ അല്ല ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പറയാം. നൈറ്റ് എന്തോ ബോൺഫയർ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ പറക്കാട്ട് പോയപ്പോ കണ്ടായിരുന്നു. അത് 7:30 to 9. ഇങ്ങോട്ടാ? അയ്യോ, ഇച്ചിരി ഭയങ്കര തണുപ്പ് തുടങ്ങിയിട്ട് ഇവിടെ. സെറ്ററൊന്നും ഇട്ടിട്ടുമില്ല. നമ്മൾ കൊടുത്തിട്ടായിരുന്നു, പക്ഷെ ഇട്ടില്ല. നാളെ നമുക്ക് പുറത്ത് പോകുമ്പോൾ എടുക്കാം. എന്നാലും ആ തണുപ്പ് എൻജോയ് ചെയ്യുമ്പോൾ രസമുണ്ട്. ചാവിന്റെ ബാഗിലാ. അങ്ങനെ ഞങ്ങൾ കുളിച്ച് റെഡിയായി ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ താഴെ റെസ്റ്റോറൻറ്റിലാണ് പോണത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ബോൺ ഫയർ ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കാണാം. കാരണം ഓൾറെഡി ലേറ്റ് ആയി. ഞങ്ങള് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ 8 മണിയാവാറായി. അപ്പോൾ കഴിക്കാൻ പോവാണ് കേട്ടോ താഴെ റെസ്റ്റോറൻറ്റിൽ. ഞാൻ അവിടെ വെച്ച് കാണാം. ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നു. താഴെ റെസ്റ്റോറൻറ്റിൽ തന്നെ വന്നത്. ഞങ്ങൾ ചപ്പാത്തിയും നീലഗിരി സ്പെഷ്യൽ ചിക്കൻ നീലഗിരി സ്പെഷ്യൽ ചിക്കൻ കഴിക്കാൻ വിചാരിച്ചു. പിന്നെ ഇതെന്താ വന്നത്? സ്റ്റാർട്ടിങ് പോലെ എന്തോ കണ്ടില്ലേ? ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഇവിടെ വരുന്നവർക്ക് കൊടുക്കുന്ന. പിന്നെ അതിൻ്റെ കൂടെ സലാഡ്, പപ്പടം പോലെയുള്ള, പിന്നെ സലാഡ് ഉണ്ട്.
അതും കോമൺ ആയിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങളുടെ നീലഗിരി ചിക്കൻ കുറുമയൊക്കെ വന്നിട്ടുണ്ട്. പച്ച കളറിലാണ് വന്നത്. ഞാൻ പച്ച നിറത്തിലുള്ള ചിക്കൻ കറി ആയിട്ടാണ് കണ്ടില്ലേ പച്ച. ഇതാണ് നീലഗിരി സ്പെഷ്യൽ ചിക്കൻ കുറുമ. നമുക്ക് കഴിച്ചു നോക്കാം. നീലഗിരി സ്പെഷ്യലാണ്. കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കി കഴിച്ചു നോക്കി. കഴിച്ചു നോക്കി കഴിച്ചു നോക്കി കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട് നോട്ടായിട്ടോ? ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിച്ചോളൂ. ടേസ്റ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമായി. കഴിച്ചായിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. അപ്പോൾ അവിടെ എന്തൊക്കെ പരിപാടികളും ബോൺഫയർ ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് താഴോട്ടേക്ക് പോവുകയാണ് രണ്ടാളും. അവിടെ എന്തൊക്കെ പാട്ടും ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പം അവിടെ എത്തി പിന്നെ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്താ പരിപാടി. അതെ, താഴേക്ക് പോവാം. ഞങ്ങൾ റൂമിലെത്തിയിരിക്കുകയാണ്. തിരിച്ച് എല്ലാം കഴിഞ്ഞു. ഫുഡ് കഴിക്കലും താഴെ ബോൺഫയർ അവിടെയൊക്കെ പോയി ആസ്വദിച്ച് ഒക്കെ തിരിച്ചു പോന്നു. കുറച്ച് നേരം വെളിയിലിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഇപ്പം നല്ല ഉറക്കം വരുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി ബസ്സിലിരുന്നിട്ടാണ് കുറച്ച് നേരം ഉറങ്ങിയത്. ബസ്സിലിരുന്നിട്ടുള്ള ഉറക്കമൊന്നും ശരിയായില്ല. ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയിട്ടും ആൾക്കാർ ശബ്ദം ഉണ്ടാക്കിയിട്ടും പിന്നെ ചിലവർ ഭയങ്കരമായിട്ട് കൂർക്കം വലിച്ചിട്ടും ഒക്കെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ നല്ല തണുപ്പാണ്, തണുപ്പ് കൂടി. അപ്പോൾ ഞങ്ങൾ കിടക്കാനുള്ള പരിപാടിയില്ല. നാളെ സൗരൂട്ടൻ്റെ പിറന്നാളാണ്. അതായിരുന്നു ഞാൻ തുടക്കത്തിൽ ഒരു സസ്പെൻസ് ഉണ്ട് എന്ന് പറഞ്ഞത്. ഇടയിൽ ഞാൻ തന്നെ അത് പറയുകയും ചെയ്തു. അപ്പോൾ നവംബർ 16 വീഡിയോ അത് കഴിഞ്ഞിട്ടേ ഇടുള്ളൂ. അതുകൊണ്ട് ഞാൻ കറക്റ്റ് ഡേറ്റ് ഇപ്പൊ പറഞ്ഞു. അപ്പോൾ പിറന്നാളിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേറെ വരും. ഇത് ആദ്യത്തെ നമ്മുടെ ഊട്ടി ട്രിപ്പ് വീഡിയോ, പിറന്നാൾ വീഡിയോ ആണ് ഇതിന്റെ പിന്നാലെ വരിക അടുത്ത വീഡിയോ ആയിട്ട്. അതിന് ഞങ്ങള് നാളെ ആയിരിക്കും അതിന്റെ കുഞ്ഞ രീതിയിലുള്ള സെലിബ്രേഷൻ. നമ്മളിവിടെ ഊട്ടിയിലല്ലേ സാധാരണത്തെ പോലെ കുഞ്ഞ രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ ഉണ്ടാവും. അപ്പൊ ആ വീഡിയോ ഇതിന്റെ പിന്നാലെ വരും. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും ഇല്ല. എന്തെങ്കിലും പറയാനുണ്ടോ? കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വന്നത് അല്ലേ. കുറെ ഗ്യാപ്പ് വന്നു, തിരക്കായിരുന്നു. അതാ പല പല കാര്യങ്ങളിൽ തിരക്കായിട്ടാണ് വരാതിരുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ഒരു വാക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും, ഞങ്ങളുടെ വിശേഷങ്ങളായിട്ട് ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാക്ക് ഇതുവരെ ഞാൻ പാലിച്ചിട്ടുണ്ട്, ഇനിയും പാലിക്കും. എന്തായാലും ഇടയ്ക്കെങ്കിലും ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടും പിന്നെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും വലിയ വിശേഷങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും വരാറുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് എന്നും തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ തന്നെ അടുത്ത വീഡിയോ വരും. അപ്പോൾ തന്നെയുള്ള വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.